മൂത്തമ്മൻ. അവൻ ഇതൊന്നും മൈൻഡേ ചെയ്യാറില്ല, അവന് ഒരു വിഷയമില്ല. ഇന്നാളെ വരെ കമന്റ് ഇട്ടേക്കുന്നത്, അതിന് നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് അവൻ ലൈക്ക്. രേണു സുധി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് അവർക്കെതിരെ ഉണ്ട് ഈ ഒരുപാട് സൈബർ ആക്രമണം. അതോടെ തന്നെ ഒരുപാട് പേര് മോശമായുള്ള കമൻറ്റൊക്കെ ഒരുപാട് നാളായിട്ട് ഇട്ടുകൊണ്ട് വരികയാണ്. അത് കാരണമെന്ന് പറഞ്ഞാൽ ഇവരുണ്ട് ഈ ഒരുപാട് ഫോട്ടോഷൂട്ട്, അതോടെ തന്നെ ആൽബം അങ്ങനത്തെ ഉള്ളതിലൊക്കെ അഭിനയിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്കുള്ള മെസ്സേജൊക്കെ ഇടാറുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ പറ്റി ആലോചിച്ച് നോക്കി, നിങ്ങളുടെ മക്കളെ പറ്റി ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇവർ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. ഈ ഇടയിൽ ഒരു പുതുതായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിനിടയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് തൻ്റെ മക്കളും അല്ലെങ്കിൽ കുടുംബം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അതോടെ തന്നെ തൻ്റെ മക്കൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എങ്ങനെ വിചാരിക്കുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അവരോടെല്ലാം തനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, എൻ്റെ മക്കൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, അവരുടെ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുണ്ടെങ്കിൽ എന്നെ ഒരു കാര്യത്തിലും ഉണ്ടെങ്കിൽ ഹേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയത്തില്ല. ഞാൻ എന്ത് ചെയ്താലും അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യത്തുള്ളൂ. അതോടെ തന്നെ അവർക്കും അത് അറിയുകയും ചെയ്യാം. ഒരുപാട് പേര് പറയാറുണ്ട് എൻ്റെ മോനുണ്ട് ഇതിനെതിരെ കമൻറ്റോ അല്ലെങ്കിൽ ലൈക്കോ ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. അവരോടെല്ലാം പറയാറുള്ള ഒരു മറുപടി ഇത് മാത്രം, ഇത് ഞങ്ങൾ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ അന്യരോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല, അത് എൻ്റെ മോൻ തന്നെയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവെക്കുന്ന ഒരു സ്നേഹമല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള സ്നേഹം, നേരിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്. സോ അതിനുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതോടെ തന്നെ എൻ്റെ മോനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം, അവനുണ്ടെങ്കിൽ ഇന്നൊന്നും വലിയ കാര്യമൊന്നും എടുക്കാറില്ല. അതോടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ പലവട്ടം പറയാറുണ്ട്, അമ്മ ഇതിനെപ്പറ്റിയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആ കമൻറ്റ് ബോക്സ് ഒന്നും വായിക്കേണ്ട ആവശ്യം പോലുമില്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണ് എന്നോട് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അതിനെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുക അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കുമെന്നൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടെന്നാണ് നാട്ടുകാരടുത്ത് രേണു പറയുന്നത്.